കണ്ണൂർ തലശ്ശേരി ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കാനുണ്ട്. ഞാൻ തലശ്ശേരി ചെന്നപ്പോൾ ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നടന്ന് കണ്ട കിഡിലെ 3-4 സ്ഥലങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തലശ്ശേരിയിലെ പാരീസിലാണ് ഞാൻ റൂം എടുത്തിരുന്നത്. അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ നടന്ന് കണ്ടത്. അതിൽ ഞാൻ ആദ്യം കണ്ടത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഓടത്തിൽ ജുമാഅത്ത് പള്ളിയാണ്. 200 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണിത്. ചെമ്പ് തകിട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ റൂഫ് മൊത്തത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർണ്ണത്താഴിക കുടങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ പള്ളി എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ പള്ളി പൂർണ്ണമായിട്ടും മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും വ്യക്തമാവും. എന്തായാലും അതിലെ കൊത്തുപണികളും അതിൻ്റെ ആ ഒരു നിർമ്മാണ രീതിയും അത് നമ്മളിങ്ങനെ കണ്ടു നിന്ന് പോട്ടോ. തലശ്ശേരി വന്നാൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഓടത്തിൽ പള്ളി. കാരണം ഇതിനെ പറയുന്ന തന്നെ വാസ്തുശില്പ വിസ്മയം എന്നൊക്കെയാണ്. ഒരു അമ്പലത്തിന്റെ മാതൃകയിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. KE കുടുംബത്തിലെ ഒരു മൂസക്കാക്കയാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചത്. ഈ പള്ളി നിൽക്കുന്ന സ്ഥലം ആദ്യം കരിമ്പിൻ തോട്ടായിരുന്നു, അതായത് കരിമ്പിൻ ഓടം. അങ്ങനെ ആ ഓടത്തിൽ പള്ളി ഉണ്ടാക്കിയപ്പോഴാണ് ഇതിന് ഓടത്തിൽ ജുമാഅത്ത് പള്ളി എന്ന പേര് വന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഓടത്തിൽ പള്ളി നേരിട്ട് കാണാത്ത ആളുകൾ തലശ്ശേരിയൊക്കെ വരുമ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. കണ്ട ആളുകൾ ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ എക്സ്പീരിയൻസ് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളി. എന്തായാലും ഓടത്തിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്നത് നേരെ തലശ്ശേരി കടൽപ്പാലം കാണാനാണ്. അതിനുവേണ്ടി കടലിൽ വന്നപ്പോൾ ആദ്യം കണ്ടത് ഈ പരുന്തുംകൂട്ടത്തിനെയാണ്. അവരിങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട്, വളരെ താഴ്ന്ന് പറക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ മീൻ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റിൽ നിന്ന് അവർക്കുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് അടുത്തേക്ക് ചെന്നെന്ന് വിചാരിച്ച് അവർ പാറി പോകുന്നൊന്നുമില്ല, അവരങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ഇത്ര അടുത്തുനിന്ന് ഇത്രയും കൂട്ടം പരുന്തുകളെ ഞാനും ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ മറ്റു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മീൻ പിടിച്ചു വരുന്ന ആളുകൾ തോണി കരക്ക് കയറ്റുന്നുണ്ട്. അതേസമയം തന്നെ ആ തോണിയുമായി കടലിലേക്ക് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റി. കടലിൽ ഇങ്ങനെ ഒരു കര പോലെ ദ്വീപ് പോലെ കാണുന്നുണ്ടല്ലോ, അത് പാറക്കൂട്ടങ്ങളാട്ടോ. അത് നിരന്ന് പരന്ന് കിടക്കുന്ന സ്ഥലമല്ല, ഇങ്ങനെ നീളത്തിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുള്ള പാറക്കൂട്ടങ്ങളാണ്. അതുപോലെ ഇപ്പം നിങ്ങൾ കാണുന്നത് അറബിക്കടലിലേക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന പാലം. ആ പാലം കാണാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ട് ആ പാലത്തിൻ്റെ തൊട്ടടുത്തെത്തി. നമുക്ക് ആ പാലം കാണാം. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു മരമുണ്ട്. ഈ മരത്തിൻ്റെ തണലിൽ ഇരുന്നിട്ട് ആ കടൽപ്പാലത്തിലേക്ക് നോക്കി ഇങ്ങനെ നിന്നാലുണ്ടല്ലോ, നിൽക്കല്ല ഇരിക്കുക. ആ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര നേരം അവിടെ ഇരുന്നാലും എണീറ്റ് പോരൂല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാം മരത്തിൻ്റെ തണലിൻ്റെ തണുപ്പും കടലിൻ്റെ ഈ തിരമാലകളുടെ ഡാൻസും, എന്താ പറയുക, ഈ ഒരു ഫ്രെയിം ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ആ ഒരു ഫ്രെയിമിൽ നമ്മളങ്ങനെ നോക്കിയിരുന്നാൽ എത്ര നേരം അവിടെ നോക്കിയിരുന്നു പോട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു തോന്നലാണ് ആ പാലത്തിൽ അറ്റത്ത് പോയി നിന്നാൽ എന്ത് രസം ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അതിന് പറ്റൂല കേട്ടോ. ഇത് കണ്ടാണ് നിങ്ങൾ, അതിൻ്റെ കാലാണ് ഈ കാണുന്നത്. അത് ദ്രവിച്ച് ആകെ അപകടാവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരവിടെ ചുമര് കെട്ടി നോ എൻട്രി ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ ചുമര് കെട്ടി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടെ വരുന്ന ആളുകൾക്ക് അതൊരു നിർദ്ദേശമായിട്ട് തന്നെ അവർ ബോർഡും വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ അവിടുന്നും പോന്നു കേട്ടോ. കടൽപ്പാലവും കണ്ടു, തലശ്ശേരി കടൽപ്പാലവും കണ്ടു. പിന്നെ നമ്മൾ പോയത് ഹെറിറ്റേജ് സ്ട്രീറ്റിലേക്കാണ്. അതൊരു വല്ലാത്ത കളർഫുൾ സ്ട്രീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ടീമിൻ്റെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിംഗ് ആണ് കേട്ടോ. ഞാൻ പിന്നെ അവർക്കൊരു ശല്യമാവാത്ത രീതിയിൽ നമ്മൾ കുടയും ചൂടി ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ എന്നെ വല്ലാണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
അപ്പോൾ അതിനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ വളരെ യാദൃശികമെന്ന് പറയട്ടെ, നമ്മുടെ കുടൻ്റെ നിറവും ആ വെഡ്ഡിങ് ഷൂട്ടിലെ മണവാട്ടിയുടെ ഡ്രസ്സിൻ്റെ നിറവും ഒന്നാണ്, വളരെ സെയിമാണ്. അപ്പോൾ പിന്നെ അവരൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, നമ്മുടെ ഫോട്ടോഷൂട്ടിന് നിങ്ങളുടെ കുട ഒന്ന് തരുമെന്ന് ചോദിച്ചു. നമുക്ക് അതൊരു സന്തോഷമല്ലേ ഉള്ളൂ അല്ലേ, വേറൊരാൾക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മളാവട്ടെ എന്നുള്ള രീതിയിൽ നമ്മളെന്ത് ചെയ്തു, കുടയും കൊടുത്തു. കുറച്ച് നേരം അവിടെ ഒന്ന് പോസ്റ്റായി നിന്ന് കൊടുത്തു. അവർ ഹാപ്പി, ഞാനും ഹാപ്പി. ഇവർ കർണാടകയിലുള്ളതാണ് കേട്ടോ. എന്തായാലും എൻ്റെ കുട ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ എടുത്തതിന് ശേഷം അവരത് എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയും ചെയ്തു. തലശ്ശേരി ഹെറിറ്റേജ് സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ കളർഫുൾ കുട കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാപ്പി ആക്കാൻ പറ്റും. കാരണം അതിന് മാത്രം ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. നമ്മളും കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്തിട്ടോ, ചെറിയ വീഡിയോസ് റീൽസിനും അതുപോലെ തന്നെയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് വെക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു. തല്ലുമാല സിനിമയിലുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു ഹെറിറ്റേജ് സ്ട്രീറ്റ്. കണ്ണൂർ വന്നാൽ നമ്മൾ എന്തായാലും കുടിക്കേണ്ട ഒരു സാധനമാണ് കണ്ണൂർ കോക്ടെയിൽ. അപ്പോൾ ഈ ഒരു ഹെറിറ്റേജ് സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിൽ തന്നെ നമുക്കത് സാധനം കിട്ടി. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഇതാ ഒരു കോക്ടെയിൽ കുടിച്ചു. വീണ്ടും നമ്മൾ ഹെറിറ്റേജ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു ജുമാ മസ്ജിദിന്റെ ബോർഡ് കണ്ടത്. തായലങ്ങാടി ജുമാ മസ്ജിദ് എന്ന ഈ ഒരു പള്ളിക്കും 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ KE ഫാമിലി തന്നെയാണ് ഈ ഒരു പള്ളിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലുള്ളത്. ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയിട്ടുള്ള തൂണുകൾ, അതുപോലെ തന്നെ മരം കൊണ്ടുള്ള തൂണുകൾ, മരം കൊണ്ടുള്ള വർക്കുകൾ, ഇതൊക്കെ തന്നെയാണ് ഈ പള്ളിയെയും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഹെറിറ്റേജ് സ്ട്രീറ്റിൽ വരുന്ന ആളുകൾ ഒന്ന് കയറി കണ്ടാൽ എന്തായാലും നഷ്ടാവൂല, നമുക്ക് കാണാനുള്ള വകുപ്പ് ഈ പള്ളിക്കകത്തുണ്ട്. ഈ പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ഹെറിറ്റേജ് സ്ട്രീറ്റിൽ നിന്ന് ഒരു 800 മീറ്റർ നടന്നാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് തലശ്ശേരി ഫോർട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തലശ്ശേരി ഫോർട്ടിലെ കാഴ്ചകളാണ് കേട്ടോ. തലശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂറോപ്യൻ വ്യാപാര കേന്ദ്രമായിരുന്നു തലശ്ശേരി എന്നുള്ളത്. അതുപോലെ തന്നെ തലശ്ശേരി കോട്ടയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകണില്ല. നമ്മൾ അതിലെ കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും തലശ്ശേരി വരികയാണെങ്കിൽ നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് തലശ്ശേരി കോട്ട എന്നുള്ളത്. കാണാൻ നല്ല രസവും നല്ല വൈബുള്ള സ്ഥലം തന്നെയാണ് തലശ്ശേരി കോട്ട. പരമാവധി വൈകുന്നേരങ്ങളിൽ വരാൻ നോക്കുക, അപ്പോൾ നല്ല കാറ്റും നല്ല കാഴ്ചയായിരിക്കും. ഈ ഒരു കോട്ടയിൽ നിന്നാൽ നമുക്ക് തലശ്ശേരിയുടെ ടൗണിൻ്റെ ഭാഗവും അതുപോലെ തന്നെ കടലൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഉച്ച നേരത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് ആ ഒരു കളർഫുൾ കുട ഉള്ളതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. കളർഫുൾ കുടയായിട്ട് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് പലപ്പോഴും പലർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി സഹകരിക്കേണ്ടി വരും. അത് നല്ലൊരു കാര്യമാണ്, വേറെയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ സന്തോഷിപ്പിക്കാൻ പറ്റുമല്ലോ. എന്തായാലും കണ്ണൂർ കോട്ടയിലെ കാഴ്ചകൾ അതിമനോഹരമാണ്.
തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തലശ്ശേരിയിൽ മറ്റൊരാവശ്യവുമായി വന്നപ്പോൾ ഞാൻ റൂം എടുത്ത ഹോട്ടലിൽ ഇരുന്നിട്ട് ടൂറിസ്റ്റ് പ്ലേസ് നിയർ മീ എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ കാണിച്ചു തന്ന ഏതാനും സ്ഥലങ്ങളാണ് ഞാൻ പോയി കണ്ടതും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതും. തലശ്ശേരിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് തലശ്ശേരി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒന്ന് ഒരുങ്ങണം എന്നുള്ളൊരു മൂഡിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇത് വളരെ യാദൃശ്ചികമാണ്. ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വന്നു, വെയിറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്നു നോക്കിയതാണ് നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഗൂഗിളേട്ടൻ്റെ സഹായത്തോടു കൂടി കണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ണൂർ തലശ്ശേരി വരുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ വേറെ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ കമൻ്റ് ഇടുക. നമ്മളെന്തായാലും തലശ്ശേരി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങണമെന്നുള്ളൊരു താല്പര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോനെ കുറിച്ചും നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. സകലം പേജ് അതല്ലെങ്കിൽ സകലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫോളോ ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.